ചൂട് ഇങ്ങനെ കൂടിയാൽ നമ്മൾ എന്താ ചെയ്യാന്നല്ലേ നിങ്ങൾ ചോദിക്കണേ? അതിനുള്ള പോംവഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ശ്രദ്ധിച്ച കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കേണ്ട ആയുർവേദ ഔഷധ ദ്രവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണം. അതുപോലെ ചില പഴങ്ങള്, ചില പച്ചക്കറികള്, അതുപോലെ കുടിക്കാനായിട്ടുള്ള ചില പാനജലങ്ങള് ഈ കാലഘട്ടത്തിൽ ഈ ചൂട് ഇങ്ങനെ കൂടി വരുന്ന അവസ്ഥയിൽ ശരീരത്തെ ചൂടിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ശീലിക്കാവുന്ന ചില സംഗതികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഡോക്ടർ സേവിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറെ പേർക്കൊക്കെ അറിയാം, പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ല. അതേപോലെ തന്നെ കുറെ പേർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് അർത്ഥം. ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കാനായിട്ട് ശീലിക്കേണ്ട ചില സംഗതികളാണ് സംഭാരം, അതുപോലെ ഇളനീര്, കരിമ്പിൻ ജ്യൂസ്, ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം, മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, ഇതൊക്കെ കുടിക്കാനായിട്ട് എടുക്കാം. ഓക്കെ, ഇളനീരും സംഭാരവും കാച്ചിയും മോരൊക്കെ പതിവായിട്ട് നമ്മൾ കേരളത്തിൽ നിത്യേന കഴിക്കുന്നതാണ് ഈ ചൂടുകാലത്ത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ മല്ലിയുടെ ഉപയോഗം എന്താ, ചുക്കിന്റെ ഉപയോഗം എന്താന്നൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞൊന്നും വരില്ല. അതുപോലെ മല്ലിയിലിട്ട് വെന്ത വെള്ളം, അതുപോലെ നമുക്ക് ചില